ഹായ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉറക്കത്തെ പറ്റിയാണ് കേട്ടോ. ഇതുവരെയുള്ള വീഡിയോസിലൊക്കെ എപ്പോഴും നമ്മൾ പറയും രാവിലെ എണീക്കണം, രാവിലെ വളരെ നേരത്തെ എണീക്കുന്നത് നല്ലതാണ് എന്നുള്ള രീതിയിലൊക്കെ. ഇപ്പോൾ രാവിലെ എണീറ്റ് വളരെ എനർജറ്റിക് ആയിട്ട് ആ ഒരു ദിവസം തുടങ്ങണമെങ്കിൽ നമുക്ക് രാത്രിയിൽ നല്ലോണം ഉറക്കം കിട്ടിയിട്ടുണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഈ ഉറക്കം കുറവുള്ളവരും അതേപോലെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ, എല്ലാവരുടെയും കുട്ടികളുടെ ഒക്കെ ഒരു ലൈഫ് സ്റ്റൈൽ എടുത്ത് നോക്കിയാലും അറിയാം, കൂടുതൽ ആളുകൾ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്ത് കിടന്നുറങ്ങുമ്പോൾ തന്നെ ഒരു നേരമാവും അല്ലേ, പിന്നെ എങ്ങനെ രാവിലെ എണീക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഉറക്കം ലഭിക്കാൻ വേണ്ട 7 ടിപ്സാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പലയിടത്തുനിന്നായിട്ട് കേട്ടിട്ടുള്ള കാര്യമായിരിക്കും. അതായത് കിടക്കാൻ പോകുന്നതിന് കുറച്ച് സമയം മുമ്പെങ്കിലും നമ്മുടെ സ്ക്രീൻ ടൈം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. അതായത് നമ്മുടെ മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്പ് ഒക്കെ കംപ്ലീറ്റ്ലി മാറ്റിവെക്കണം. ഇത് ശരിക്കും നമ്മുടെ ഉറക്കത്തിൽ ഒരു ഹ്യൂജ് ഡിഫറൻസ് വരുത്തും. ഞാൻ ഇതിനെപ്പറ്റി പറയാൻ കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എൻട്രിയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ രാത്രിയിലൊക്കെ കുറേ നേരം ഇരുന്ന് നോട്ട് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങുന്ന സമയത്ത് എനിക്ക് പ്രോപ്പറായിട്ട് ആ ഒരു ഉറക്കം വരില്ല. അതിപ്പോൾ നല്ല ക്ഷീണത്തോടു കൂടി കിടക്കുകയാണെങ്കിൽ പോലും കണ്ണടയ്ക്കുമ്പോഴത്തേക്കും അത് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരു രീതിയിലാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു സ്ക്രീൻ ടൈം ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ കുറേ നേരം ഈ ഒരു ലൈറ്റ് എമിറ്റിംഗ് ഡിവൈസിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കൊണ്ട് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് അതിൻ്റെ സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് വൈസ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെയുള്ളതൊക്കെ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഗ്രാജുവലി ആ ഒരു ശീലം ഞാൻ മാറ്റി. അതായത് കിടക്കുന്നതിന് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ മാറ്റിവെക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ഉറക്കം ലഭിക്കണമെങ്കിൽ നിങ്ങൾ കിടക്കുന്ന ആ ഒരു സമയത്തിന് 1 മണിക്കൂർ മുമ്പ് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺസൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് ടൈം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് രാത്രി 10 മണിക്ക് ഉറങ്ങുക, രാവിലെ പ്രോപ്പറായിട്ടൊരു ടൈമിൽ എണീക്കുക. ഇപ്പോൾ നിങ്ങൾ രാത്രിയിൽ കിടക്കുന്ന സമയമൊക്കെ വളരെ ഡിസോർഡർ ആയിട്ടായിരിക്കും അല്ലേ. അതായത് ചിലപ്പോൾ 11 മണിക്ക് കിടക്കും, ചിലപ്പോൾ അതിലും ലേറ്റ് ആവും, 1 മണിയാവും, 2 മണിയാവും. അങ്ങനെയല്ല, മാക്സിമം ഒരു കറക്റ്റ് സമയത്ത് തന്നെ ഉറങ്ങാൻ കിടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ അല്ലാതെ ചില സിറ്റുവേഷൻസൊക്കെ നമുക്ക് വരും. ഇപ്പം നമ്മൾ വല്ല യാത്രയൊക്കെ പോയിട്ട് വരികയോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ചില ദിവസങ്ങളിലൊക്കെ മാറ്റം വരും. അതല്ലാതെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ, ഇപ്പം നിങ്ങൾ 2 മണിക്കോ അല്ലെങ്കിൽ 1 മണിക്കൊക്കെ രാത്രിയിൽ കിടക്കുന്നവരാണെന്ന് വിചാരിക്കാം. ഈ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് നിങ്ങൾ 10 മണിക്ക് പോയി കിടക്കാം എന്ന് വിചാരിച്ചാൽ അത് നടക്കണമെന്നില്ല. 2, 3, 4 ദിവസങ്ങൾ നിങ്ങളത് ട്രൈ ചെയ്തിട്ട് നടക്കുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലൊരു തോട്ട് വരും, ഓക്കെ ഇതെന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അതല്ല ചെയ്യേണ്ടത്. പകരം ഇപ്പം നിങ്ങളൊരു 12 മണിക്കോ 1 മണിക്കോ കിടക്കുന്ന ഒരാളായിക്കോട്ടെ, അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്ലീപ്പ് ടൈമൊക്കെ ഒന്ന് കറക്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ 12 മണിക്ക് കിടക്കുന്ന ഒരാൾ 11 മണിക്കെങ്കിലും കിടക്കാൻ നോക്കുക. ഒരു മണിക്കൂർ ബാക്കിലേക്ക് നിങ്ങൾ നോക്കുക, ആ ഒരു സമയത്തിനുള്ളിൽ കിടക്കാൻ നോക്കുക. ഇപ്പോൾ 10 മണിക്ക് കിടക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് രാവിലെ 5 മണിക്ക് എണീക്കാൻ ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല. കാരണം നിങ്ങൾക്ക് 7 മണിക്കൂറോളം ഉറക്കം ലഭിക്കുന്നുണ്ട്. ഉറക്കം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും ഉറക്കമില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ. അപ്പം ഇതേപോലെ ഒറ്റയടിക്ക് ശ്രമിക്കാതെ പകരം നിങ്ങളിപ്പോൾ ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ 1-2 മണിക്കൂർ മുമ്പോട്ട് ആ ഒരു സമയത്തിൽ ഉറങ്ങാൻ ശ്രമിക്കുക. അങ്ങനെ ഗ്രാജുവലി നമുക്കതൊരു 10 മണിയിലോ 10-10:30 10-10:30 ഉറങ്ങുന്ന രീതിയിൽ കൊണ്ടുവരാം. ഓക്കെ, അതിലും നേരത്തെ കിടക്കാൻ പറ്റിയാൽ വളരെ നല്ലത് കേട്ടോ. ഒരു 9:30 കിടക്കാൻ പറ്റിയാൽ രാവിലെ 4:30 ആകുമ്പോൾ സുഖമായിട്ട് എണീക്കുക. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ നാലാമത്തെ പോയിന്റിനെ പറ്റി ഞാൻ വളരെ വലിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജേർണലിങ് അല്ലേ. ജേർണലിങ് അല്ലെങ്കിൽ റീഡിങ് ആവാം, മ്യൂസിക്, ഇത് ഏതെങ്കിലും, അതായത് ഈ ഒരു കാര്യം ചെയ്തിട്ട് ദെൻ
നിങ്ങൾ ഉടനെ തന്നെ ഉറങ്ങാൻ പോവുകയാണ് എന്നുള്ള ഒരു തോട്ട് മനസ്സിന് കൊടുക്കണം. അത് ഞാൻ എപ്പോഴും ചൂസ് ചെയ്തിരിക്കുന്ന ജേർണലിംഗ് ആണ് കേട്ടോ. ഞാൻ ജേർണലിംഗ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു പരിപാടി എനിക്കില്ല, നേരെ കിടക്കുമായിരിക്കും. അല്ലെങ്കിൽ റീഡിംഗ് ആവും. ചിലപ്പോൾ ഞാൻ റീഡിങ് ചെയ്യാറുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതെങ്ങനെയാണ് ആ ഒരു റുട്ടീൻ ചെയ്യണമെന്നുള്ളത്. പിന്നെ അല്ലെങ്കിൽ മ്യൂസിക് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്. ഇപ്പോൾ ചിലരുണ്ടായിരിക്കും രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ കയറുന്നത്, അങ്ങനെ വേണമെങ്കിലും ആകാം. അപ്പോൾ എന്താണോ അത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പിന്നെ ഉറങ്ങാൻ പോവുകയാണ് എന്നുള്ളൊരു തോട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജേർണലിംഗ് ഒരു നല്ല ഓപ്ഷനാണ്, റീഡിങ് ഒരു നല്ല ഓപ്ഷനാണ്, ലൈറ്റായിട്ടുള്ള മ്യൂസിക് കേൾക്കുന്ന ഒരു നല്ല ഓപ്ഷനാണ്. പണ്ടൊക്കെ ഉണ്ടല്ലോ ഞാൻ മ്യൂസിക് കേൾക്കുമായിരുന്നു. പക്ഷെ അപ്പോൾ എന്താ പ്രശ്നം എന്നറിയോ, പാട്ടുകൾ നമ്മുടെ ഫോണിൽ പലതുണ്ടല്ലോ. അപ്പോൾ ഭയങ്കര ഇമോഷണൽ ആക്കുന്ന പാട്ടുകളുണ്ട്, ഭയങ്കര അടിച്ചുപൊളി പാട്ടുകളുണ്ട്. അപ്പോൾ ഈ ഇമോഷണൽ ആക്കുന്ന പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര സങ്കടമായി. പിന്നെ അത് ഓർത്തോർത്തായിരിക്കും ഉറങ്ങാൻ കിടക്കുന്നത്. ഇനി ഭയങ്കര അടിച്ചുപൊളി പാട്ടാണ് കേൾക്കുന്നതെങ്കിലോ വലിയ കാര്യമായിട്ട് ഉറക്കമൊന്നും വരുന്നില്ലെങ്കിൽ നമുക്കൊന്ന് 2 സ്റ്റെപ്പൊക്കെ ഇടാൻ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മ്യൂസിക് കേട്ട് ഉറങ്ങുന്ന പരിപാടി നിർത്തിയിട്ട് കുറേ കാലമായിട്ടോ. ഇപ്പോൾ ജേർണലിങ് വളരെ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പ്രത്യേകിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലൊക്കെ രാത്രിയിൽ എഴുതുന്ന സമയത്ത് ആ ഒരു ഫുൾ ഡേ നമുക്ക് കിട്ടിയ കുറേ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ ലൈവായിട്ട് ഇരിക്കുന്നു, അത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ഓരോരോ കുഞ്ഞു കാര്യങ്ങളും ഓർത്തെടുത്തുകൊണ്ടാണ് ഈ ജേർണലിംഗ് എഴുതുന്നത്. പിന്നെ ആ ഒരു ചിന്തയിലായിരിക്കാം കൂടുതൽ സമയവും ഞാൻ കിടന്നുറങ്ങിയിട്ടുള്ളത്. സോ ഈ ഒരു 4ാമത്തെ ടെക്നിക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ദെൻ 5ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ കിടക്കുന്നതിന് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും, 2-3 മണിക്കൂർ മുമ്പെങ്കിലും നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ എൻ്റെ പല വ്ലോഗിലും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു 8 മണിക്ക് മുമ്പ് ഫുഡ് കഴിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അല്ലെ കൂടിപ്പോയാൽ 8:30 അതിനുള്ളിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ പലപ്പോഴും ചിലപ്പോൾ വാവയുടെയൊക്കെ ആ ഒരു അവൻ്റെ ഉറക്കവും ഒക്കെ സമയമൊക്കെ അനുസരിച്ച് ചില ദിവസങ്ങളിലൊക്കെ മാറ്റം വരും. എങ്കിലും ഞാനൊരു 8:30ക്ക് മുമ്പായിട്ട് ഫുഡ് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഉറങ്ങുന്നതിന് 2-3 മണിക്കൂർ മുമ്പായിട്ട് ആഹാരം കഴിക്കുക. അതേപോലെ ഈ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു 1-2 മണിക്കൂറിൽ ഈ കോഫി, ടീ ഇതുപോലുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. അതിലെല്ലാം കഫീൻ്റെ കണ്ടന്റ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ഉറക്കത്തിനെ അത് ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഇതാണ് 5ാമത്തെ ടിപ്പ്. ഇനി 6ാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളിൽ പലരും PSC ഒക്കെ പഠിച്ച്, അതായത് വീട്ടിലിരുന്ന് PSC പഠിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരിപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ നമ്മളെന്താണ് ചില സമയങ്ങളിൽ ഉച്ചയ്ക്കൊക്കെ കിടന്ന് ഉറങ്ങാറുണ്ടല്ലേ. അപ്പം അങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. മാക്സിമം ആ ഒരു ഉറക്കം ഒരു 20-25 മിനിറ്റ്സ് അല്ലെ കൂടിപ്പോയൊരു 1/2 മണിക്കൂറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ലോങ് ആയിട്ടുള്ള ഉറക്കം നമ്മൾ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ പകൽ സമയത്തോ ഒക്കെ ഉറങ്ങുന്നുണ്ടെങ്കിൽ രാത്രിയിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും തീരെ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഹെൽത്ത് വൈസൊക്കെ നിങ്ങൾക്ക് ഒരു വീക്കായിട്ടൊക്കെ തോന്നുവാണോ, ഒരു ഭയങ്കര ക്ഷീണം തോന്നുവാണെങ്കിൽ ഒന്ന് ഉറങ്ങാം, അതിൽ തെറ്റുണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ഒരുപാട് നേരം ഇപ്പം ഉച്ചയ്ക്കൊക്കെ കടന്നിട്ട് വൈകുന്നേരമാണ് എണീക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര മണിക്കൂറാണ് പോയിരിക്കുന്നത്. നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള സമയവും പോവും. പിന്നെ നമ്മൾ എണീറ്റ് കഴിയുമ്പോഴാണേലും ആ ഒരു ഡേ പിന്നെ ഏകദേശം തീരാറായല്ലേ. അപ്പോൾ അതേപോലെ ഈ ഒരു 1/2 മണിക്കൂർ അത്രയും ഒരു ചെറിയൊരു ഷോർട്ട് ഇൻ്റർവെല്ലിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ലാസ്റ്റ് ടിപ്പെന്ന് പറയുന്നത്, നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് പിറ്റേ ദിവസത്തേക്കുള്ള ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പൊതുവെ ടു ഡു ലിസ്റ്റ് നമുക്ക് ആ ഒരു ദിവസം തുടങ്ങുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പോൾ തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, ഓക്കെ ഇന്ന കാര്യങ്ങളൊക്കെയാണ് നാളെ ചെയ്യാനുള്ളതെന്ന്. പിന്നെ അത് മാത്രമല്ല, ഈ ടു ഡു ലിസ്റ്റ് പ്രിപ്പറേഷൻ നമുക്ക് എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി നമുക്ക് അതിൽ എഴുതി വെക്കാനും സാധിക്കും. അപ്പോൾ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വഴി ഓക്കെ അപ്പോൾ ഇന്നത്തെ ഡേ ഓൾമോസ്റ്റ് അതിൻ്റെ എൻഡിലേക്ക് എത്തി, ഇനി ബാക്കി നാളെ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് കൂടെ വരും. സോ അപ്പോൾ ഇങ്ങനെ 7 ടിപ്പുകളാണ് കേട്ടോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്